أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق فهم معرضون. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ വദം 1033 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 24-25 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق فهم معرضون. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 24-25 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വളരെയേറെ ആശയഗാംഭീര്യമുള്ള ചില ആയത്തുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂറത്തുൽ അംബിയയിൽ വായിക്കുകയുണ്ടായത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെയും ഭൂമുഖത്തെ മനുഷ്യ ഭാഗധേയത്തിന്റെയും വളരെ സുപ്രധാനമായ ചില ഉദ്ദേശങ്ങളും രഹസ്യങ്ങളും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പ്രപഞ്ച സംവിധാനത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ചില നയങ്ങളെയും നടപടികളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് അല്ലാഹു മനുഷ്യ സൃഷ്ടിപ്പും മനുഷ്യ ഭാഗധേയവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തുകയുണ്ടായി. കേവലം കളിപ്പാട്ടങ്ങളെ പോലെ അല്ലെങ്കിൽ വിനോദത്തിനും കളിതമാശയ്ക്കും ഒക്കെ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ച സംവിധാനം എന്ന് കരുതുന്ന പലരുമുണ്ട്. ജീവിതത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഇവിടുത്തെ ഈ ജീവിതകാലം സുഖാനന്ദങ്ങളിൽ കഴിഞ്ഞ് മരണത്തോടെ എല്ലാം ഒടുങ്ങിത്തീരുന്നു എന്ന് കരുതുന്ന പലരും നമ്മുടെ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. അത്തരം ആളുകള് ജീവിതത്തിന്റെ മനുഷ്യഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ കാര്യങ്ങളെ അവഗണിക്കുകയും ബോധപൂർവമോ ബോധരഹിതമായ വിധത്തിലോ ഈ ജീവിതം വളരെ നിസ്സാരമായ ഒരു കളിതമാശയാണ് എന്ന ധാരണ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയോ ചെയ്യുന്നവരാണ്. അത് തീർത്തും അബദ്ധമാണ് എന്നതാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്തടങ്ങിയ ആയത്തുകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അള്ളാഹു വളരെ സ്വദേശപരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ സംവിധാനങ്ങളൊക്കെയും തന്നെ. അതിന്
എത്തിച്ചേരേണ്ടതായ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് മനുഷ്യന്റെ ഭാഗധേയം നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ലൗ അറദ്ന അൻ നത്തഖിദ ലഹ്വൻ ലത്തഖദ്നാഹു മിൻ ലദുന്ന ഇൻ കുന്നാ ഫാഇലീൻ. കേവലം വിനോദത്തിനുള്ള ചില കളിക്കോപ്പുകൾ പോലെ, അല്ലെങ്കിൽ ചില ആനന്ദിപ്പിക്കുന്ന തമാശകളും കളികളും ഒക്കെ പോലെയുള്ള ഒരു സംഗതിയാണ് ഈ സംവിധാനം കൊണ്ട് നാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ അങ്ങനെ ചില വിനോദാനുഭവങ്ങൾ, ആനന്ദാനുഭവങ്ങൾ തരുന്ന കളിക്കോപ്പുകൾ നാം സ്വന്തം നിലക്ക് തന്നെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ. സത്യം മുൻനിർത്തിക്കൊണ്ട് നാം ബാത്തിലിനെ പ്രഹരിക്കുന്നു. സത്യത്തെ കൊണ്ട് ബാത്തിലിനെ പ്രഹരിക്കാൻ നാം സാഹചര്യം ഒരുക്കുന്നു. ഫയദ്മഗുഹു. അങ്ങനെ ബാത്തിലിനെ, മിഥ്യയുടെ തലയോട്ടി നാം ഇടിച്ചു പിളർക്കുന്നു. ഫൈദാ ഹുവ സാഹിഖുൻ. അങ്ങനെ അത് മിഥ്യ, അസത്യം അപ്രത്യക്ഷമാകുന്നു എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വളരെ ഗൗരവതരമായ ഒരു സംഘട്ടനം, സത്യവും അസത്യവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടല്, ഒരു സംഘർഷം, അത് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ തന്നെ ഭാഗമായിട്ട് അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ മനസ്സിലാക്കാത്ത ആളുകൾ ഈ ജീവിതത്തെയും അതുമായി ബന്ധപ്പെട്ട സകല സംഗതികളെയും വിശേഷിച്ച് എന്തെങ്കിലും ലക്ഷ്യമോ ഉദ്ദേശ്യമോ ഒന്നും ഉള്ള സംഗതിയായിട്ട് കാണാതെ അതിനെ നിസ്സാരമായ കളിതമാശയായിട്ട് കാണുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. എന്നാൽ ഇവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം അതിന്റെ കൃത്യതയോടുകൂടി അറിയുന്ന അള്ളാഹുവിന്റെ സന്നിധിയിലുള്ള മാലാഖമാർ അവരാരും തന്നെ അള്ളാഹുവിന് ദാസ്യവേല ചെയ്യുന്നതിൽ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ യാതൊരുവിധ മടിയുമുള്ളവരല്ല, മടുപ്പ് കാണിക്കുന്നവരുമല്ല. രാവും പകലും ഇടതടവില്ലാതെ അവര് അള്ളാഹുവിനുള്ള പ്രകീർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായ ഒരു സുപ്രധാനമായ കാര്യം. മാത്രവുമല്ല, നിങ്ങൾ ഒട്ടും തന്നെ ശ്രദ്ധാപൂർവമല്ലാതെ ഇപ്പോ അള്ളാഹുവിനോടൊപ്പം മറ്റു പലതിനെയും ദിവ്യത്വം ഉള്ളതായിട്ട് പരിഗണിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണല്ലോ. എന്നാൽ ഇവയിൽ ആരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിവുള്ളവൻ എന്നാണ് അള്ളാഹു തുടർന്ന് ചോദിക്കുന്നത്. ഇവർ സങ്കല്പിക്കുന്ന പോലെ അള്ളാഹുവിനോടൊപ്പം വേറെയും ഇലാഹുമാരുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ആകാശഭൂമികളുടെ സംവിധാനത്തിന് ഒന്നിലേറെ ഇലാഹു ഉണ്ടായിരുന്നെങ്കിൽ, ഇവ രണ്ടും, ആകാശവും ഭൂമിയും അടങ്ങിയ ഈ സംവിധാനങ്ങളൊക്കെയും തന്നെ ആകെ അടിമേൽ മറിഞ്ഞു പോകുമായിരുന്നു, താറുമാറായി പോവുമായിരുന്നു. അതിനാൽ ഏറ്റവും ഗംഭീരമായ അധികാരത്തിന്റെ, സിംഹാസനത്തിന്റെ ഉടമയായ അള്ളാഹുവാണ് ഏറ്റവും മഹത്വമുടയവനായത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അവൻ ആരുടെയും മുന്നിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുന്നില്ല. എന്നാൽ ഇവരൊക്കെയും തന്നെ അവന്റെ മുന്നിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുന്നവരാണ് താൻ.
അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകള് നമുക്ക് അതിന്റെ അർത്ഥസൂചനകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്തൻ, അള്ളാഹുവിനെ കൂടാതെ അവന് പുറമെ അവനെ കഴിഞ്ഞുകൊണ്ട് അവര് ചില ആലിഹത്തുകളെ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രത്യക്ഷത്തില് തന്നെ മക്കയിലെ ഈ അഭിസംബോധിതരായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അള്ളാഹുവിന്റെ ദിവ്യത്വത്തില് പങ്കാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ധാരാളം ആലിഹത്തിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹു ചോദിക്കുന്നത്, അങ്ങനെയുള്ളൊരു മണ്ടത്തരം, ഏറ്റവും വലിയ അബദ്ധം ചെയ്തിരിക്കുകയാണോ ഇവര്? അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, എങ്കിൽ ഖുൽ ഹാതു ബുർഹാനക്കും, എങ്കിൽ അവര് അതിനുള്ള തെളിവ് കൊണ്ടുവരട്ടെ എന്ന് പ്രവാചകരെ അവരോട് പറയുക. ഹാതു ബുർഹാനക്കും, നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. നിങ്ങളിപ്പോ അള്ളാഹുവിനോടൊപ്പം മറ്റു പലതിനെയും ആലിഹത്തായി സ്വീകരിച്ചിരിക്കുന്നു എന്ന ആ സംഗതിക്ക് അതിനുള്ള പിൻബലമായിട്ട്, അങ്ങനെ അള്ളാഹുവിനോടൊപ്പം മറ്റു പലതിനെയും ആലിഹത്തായി സ്വീകരിക്കുന്നതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? രണ്ട് കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രപഞ്ചം തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തിനുള്ള സാക്ഷ്യമാണ്. ഈ സംവിധാനം ഏകനായ ഒരു നാഥൻ ഉള്ള അവസ്ഥയിൽ മാത്രമേ ഫലപ്രദമായി പ്രവർത്തനക്ഷമമാവുകയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. ഒന്നിലേറെ ആലിഹത്തുകളുള്ള അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തകരാറിലായി പോകും. ഇതിന്റെ പ്രവർത്തനം ആകെ താറുമാറായി പോകും. പ്രപഞ്ചത്തിന്റെ ഏത് സംവിധാനങ്ങളെയും നിരീക്ഷിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അതിന് കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രണമുണ്ട് എന്നത്. അതൊരൊറ്റ ശക്തിയാണ്, ഒരൊറ്റ ശക്തി സ്രോതസ്സാണ്. ഒന്നിലേറെ നിയന്ത്രകന്മാർ ഈ പ്രപഞ്ചത്തിനുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഫങ്ഷനിങ് നിങ്ങൾ കരുതുന്ന പോലെ വളരെ സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയില്ല. ഈ പ്രപഞ്ച സംവിധാനത്തില് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെയുള്ള വളരെ പ്രതിഭാസങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാറ്റും മഴയും ഋതുഭേദങ്ങളും സസ്യലോകവും ജൈവലോകവും വളരെ സൂക്ഷ്മമായ ജീവികള് പ്രവർത്തനക്ഷമമാകുന്ന ഒരു ലോകവും, അങ്ങനെ വളരെ വൈവിധ്യമുള്ള അതിസങ്കീർണമായ ഒരു സംവിധാനമാണ് ഈ പ്രപഞ്ചത്തില് നിലനിൽക്കുന്നത്. അത് പക്ഷെ വളരെ ഹാർമോണിയസ് ആയി, വളരെ സ്വരച്ചേർച്ചയോടുകൂടി പ്രവർത്തനക്ഷമമാവുന്നത് അതിന് കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രകൻ അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയല്ല, പല നിയന്ത്രണ കേന്ദ്രങ്ങളും ഉണ്ട് എന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിയന്ത്രകന്മാർക്കിടയിൽ പല വിധത്തിലുള്ള അധികാര വടംവലിയും ഉണ്ടാകും. ഒരിക്കലും തന്നെ സ്വരച്ചേർച്ചയോടുകൂടി ഈ പ്രപഞ്ച സംവിധാനം പ്രവർത്തിക്കുന്ന സാധ്യത തെളിഞ്ഞു വരുന്നില്ല എന്നതാണ് വസ്തുത. അതാണ് പ്രപഞ്ചം തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തിനുള്ള തെളിവാണ് എന്ന് പറയുന്നതിന് കാരണം. അത് സൂക്ഷ്മമായി നമുക്ക് ഒരു മാഗ്നിഫയർ കൊണ്ട് അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ടൊക്കെ കാണാൻ സാധ്യമാവുന്ന തലം തൊട്ട് ഈ കോസ്മിക് ഓർഡറിന്റെ അതിബൃഹത്തായ സംവിധാനങ്ങളിൽ അടങ്ങിയിട്ടുള്ള വളരെയേറെ വ്യാപ്തിയും വിസ്തൃതിയും ഒക്കെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ വരെയുള്ള സംഗതികൾക്കൊക്കെ തന്നെ ഇങ്ങനെ കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രണം അവയെ ക്രമീകരിക്കുന്നതിന് വേണ്ടി നിലനിൽക്കൽ വളരെ ആവശ്യമാണ്. അങ്ങനെ ഒരു സംഗതി
ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ വ്യത്യസ്തമായ നിയന്ത്രണ കേന്ദ്രങ്ങളാണ് അവയ്ക്കുള്ളത് എങ്കിൽ ഒരിക്കലും തന്നെ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളൊക്കെ സ്വരച്ചേർച്ചയില് ഹാർമോണിയസ് ആയിട്ട് പ്രവർത്തനക്ഷമമാവുകയില്ല, നിലനിന്ന് പോവുകയില്ല. പ്രപഞ്ചത്തിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ ഏകത്വത്തിനുള്ള വലിയൊരു തെളിവാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ മറ്റൊരു തെളിവ് കൂടി നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതാണ് തുടർന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്ത്, അള്ളാഹുവിനെ കൂടാതെ മറ്റ് ഇലാഹുകളെ, ആരാധ്യന്മാരെ അവർ സ്വീകരിക്കുകയാണ് എങ്കിൽ ഖുൽ ഹാസു ബുർഹാനക്കും, പ്രവാചകരെ അവരോട് പറയുക, നിങ്ങൾ തെളിവ് കൊണ്ടുവരും. അള്ളാഹുവിന് പുറമെ വേറെ ഇലാഹുകളുണ്ട് എന്നതിന് പ്രാപഞ്ചികമായിട്ടോ അല്ലെങ്കിൽ വേദങ്ങളിൽ അടങ്ങിയിട്ടുള്ളതോ ആയ തെളിവുകൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? രണ്ട് സാധ്യതകളാണുള്ളത്, രണ്ടു തരം ആയാത്തുകളാണല്ലോ ഉള്ളത്. ഒന്ന് പ്രപഞ്ചത്തിലെ അസംഖ്യം ആയാത്തുകളാണ്, മറ്റൊന്ന് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വേദങ്ങളിലെ ആയാത്തുകളാണ്. ഈ രണ്ട് സാധ്യതകൾ മാത്രമേ തെളിവായിട്ട് ആർക്കും ഹാജരാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ഏതേത് പ്രതിഭാസങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ തെളിവ് ഹാജരാക്കൂ. ഈ പ്രപഞ്ചത്തിന് ഒന്നിലേറെ നിയന്ത്രകന്മാരായ ദിവ്യശക്തിയുള്ള നാഥന്മാരുണ്ട് എന്നതിന് നിങ്ങൾ തെളിവ് ഹാജരാക്കൂ. രണ്ടാമത്തെ ഒരു തെളിവിന്റെ സ്രോതസ് വേദഗ്രന്ഥങ്ങളാണ്. ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ പോലെ ഈ ആയാത്തുകളോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അള്ളാഹു മറ്റു പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചു കൊടുത്തിരുന്ന വേദങ്ങളിലെ ആയാത്തുകളോ നിങ്ങൾ തെളിവായിട്ട് കൊണ്ടുവരും. എന്ത് തെളിവാണ് നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത്? ഈ രണ്ട് കാര്യങ്ങള്, ഒന്ന് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവാണ്, രണ്ടാമത്തത് ദൈവിക വെളിപ്പാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവാണ്. ഈ രണ്ട് തെളിവുകളല്ലാതെ മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്ന മൂന്നാമതൊരു തെളിവിന്റെ സ്രോതസ് നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പൊ അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ചില ആലിഹത്തുകളെയൊക്കെ സ്വീകരിച്ചിരിക്കുകയാണല്ലേ, എങ്കിൽ പ്രവാചകരെ അവരോട് പറയൂ, ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ അതിനുള്ള പിൻബലമായ തെളിവുകൾ കൊണ്ടുവരും. ആദാ ദിക്റുമൻ മഅയ്യ വ ദിക്റുമൻ ഖബ്ലി, ഇത് എന്നോടൊപ്പമുള്ള എന്റെ കാലഘട്ടത്തിലെ ആളുകൾക്കായുള്ള ഉത്ബോധനമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. കേട്ടു നോക്കൂ ഈ വിശുദ്ധ ഖുർആൻ. ആദാ ദിക്റു മൻ മഅയ്യ, എന്നോടൊപ്പമുള്ള എന്റെ കാലഘട്ടത്തിലെ ആളുകൾക്ക് അല്ലെങ്കിൽ എന്റെ തലമുറയും അതിനെ തുടർന്നുള്ള ജനതതികൾക്കുമായിട്ടുള്ള ഉണർത്തലാണ്, ദിക്റാണ്, ഓർമ്മപ്പെടുത്തലാണ് ഈ വിശുദ്ധ ഖുർആൻ. അതുപോലെ വേറെയും ഒന്നുകൂടിയുണ്ട്, വദിക്റു മൻ ഖബ്ലി, എനിക്ക് മുമ്പുള്ളവർക്കായി ഉണ്ടായിരുന്ന ഓർമ്മപ്പെടുത്തൽ, ഉണർത്തൽ എന്ന് പറഞ്ഞാൽ ഈ വേദഗ്രന്ഥവും ഇതിനു മുമ്പുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളും. ഇതാണ് ഈ പ്രപഞ്ചത്തിലെ അസംഖ്യം തെളിവുകൾക്ക് പുറമെ ഇവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന തെളിവുകളുടെ സ്രോതസ്. അള്ളാഹുവിനോടൊപ്പം വേറെ ഇലാഹുണ്ട് എന്നതിന് ഈ രണ്ട് സ്രോതസ്സുകളിലായിട്ടാണ് തെളിവുകൾ അന്വേഷിക്കാൻ സാധിക്കുക. ഒന്ന്, പ്രപഞ്ചത്തിന്റെ സംവിധാനത്തില് രണ്ട് വ്യത്യസ്ത ഇലാഹുകൾ പ്രവർത്തിക്കുന്നു, അതല്ലെങ്കിൽ ഒന്നിലേറെ വ്യത്യസ്ത ഇലാഹുകൾ പ്രവർത്തിക്കുന്നു എന്നതിന് തെളിവ് ഹാജരാക്കുക. വല്ലതും സാധ്യമാണോ? നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിലേറെ ശക്തികളാണ് എന്നത് തെളിയിക്കാൻ പറ്റുന്ന വല്ലതും ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് കാണാനാകുമോ എന്നതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്,
നിങ്ങളുടെ മുന്നിൽ ഇപ്പോ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ വിക്രുമം മഴയ, എന്നോടൊപ്പം ഉള്ളവർക്കായുള്ള, എന്റെ കാലഘട്ടത്തിലെ ആളുകൾക്കായുള്ള, അല്ലെങ്കിൽ എന്റെ ഉമ്മത്തിനായുള്ള ഞാൻ ദൈവിക ദൗത്യം നിർവഹിച്ച് കേൾപ്പിക്കുന്ന ആ ഘട്ടം മുതൽ ഈ കിതാബ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യത്തിനായി അള്ളാഹു നിശ്ചയിച്ച കാലയളവിലേക്കുള്ള ഒരു ദിക്റാണ് ഇപ്പോ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കിതാബ്. അതിൽ നിങ്ങൾക്ക് വല്ല തെളിവും ടെക്സ്ച്വൽ ആയിട്ടുള്ള വല്ല പിൻബലവും അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹ് അല്ലെങ്കിൽ വേറെ ആലിഹത്ത് ഉണ്ട് എന്നതിന് തെളിവ് കാണിക്കാൻ പറ്റുമോ എന്നാണ് ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. അതുപോലെ വദിക്രു മൻ ഖബ്ലി, എനിക്ക് മുമ്പുള്ളവർക്കായി അവതരിപ്പിക്കപ്പെട്ടിരുന്ന ദിക്റുമുണ്ട്, അവർക്കായിട്ട് അവതരിപ്പിക്കപ്പെട്ട ദിക്ർ, എനിക്ക് മുമ്പുള്ളവർക്കായി അവതരിപ്പിക്കപ്പെട്ട വേദം. യഥാർത്ഥത്തിൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സകല പ്രവാചകന്മാരും പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ നമ്മളെ കേൾപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. കാലഘട്ടം മാറി എന്നതുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുന്ന രീതിയും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവരെ ബുദ്ധിപരമായി തട്ടിയുണർത്തുന്നതിന് ഉപകരിക്കുന്ന കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ടാകും എന്നതല്ലാതെ അത് മുന്നോട്ട് വെക്കുന്ന ആദർശവും ആശയവും ഒരേ സംഗതി തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ലാത്തതാണ്. അപ്പോ അള്ളാഹുവിന്റെ ദൂതനോട് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയുന്നത് ആദാ ദിക്റുമം മഅയ്യ, എന്നോടൊപ്പം ഉള്ളവർക്കായുള്ള ദിക്റാണിത്. അതുപോലെ വദിക്രു മൻ ഖബ്ലി, അവിടെ ഒരു ഹാദ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ആശയം വളരെ വ്യക്തമാവും. വഹാദ ദിക്രു മൻ ഖബ്ലി, ഇത് എനിക്ക് മുമ്പുള്ളവർക്കായി അവതരിപ്പിക്കപ്പെട്ട ഓർമ്മപ്പെടുത്തലായുള്ള ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ആശയങ്ങളാണ്. അപ്പോ ഇത് രണ്ടും, ഇവയിൽ നിങ്ങൾക്ക് എന്ത് തെളിവാണ് അള്ളാഹുവിനോടൊപ്പം മറ്റ് ഇലാഹുകളുണ്ട് എന്നതിനായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുക? ഇനി അതല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ അസംഖ്യം പ്രതിഭാസങ്ങളുടെ കൂട്ടത്തില് നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കൂ. ഈ പ്രതിഭാസം പ്രവർത്തനക്ഷമമാവുന്നത് ഒന്നിലേറെ ഇലാഹുകൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എന്നത് നിങ്ങൾക്ക് സ്വീകാര്യമായ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന വിധത്തിൽ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കും. അതല്ലെങ്കിൽ ഈ വേദഗ്രന്ഥത്തിലും ഇതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥത്തിലും അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിലും എന്ത് തെളിവാണ് അള്ളാഹുവിനോടൊപ്പം മറ്റ് ഇലാഹുകളുണ്ട് എന്നതിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, അവതരിപ്പിക്കാൻ കഴിയുക? ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്, എന്നാൽ സത്യം ഇതാണ്, അവരിലേറെ പേർക്കും ഹഖ് അറിയുകയില്ല, അവരിലേറെ പേർക്കും സത്യം അറിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫഹും മുഅ്രിദൂൻ, അത് കാരണമായിട്ടാണ് അവർ പിന്തിരിഞ്ഞു പോയി കളയുന്നത്. സത്യം എന്താണ് എന്നതിനെ കുറിച്ച് ജ്ഞാനമില്ലാത്തവരാണ് അവരിലേറെ പേരും. അവരോട് തെളിവ് ചോദിച്ചപ്പോ, അവരോട് പിൻബലം ചോദിച്ചപ്പോ അവർക്ക് അവതരിപ്പിക്കാൻ യാതൊന്നും കഴിയുകയില്ല, അവരുടെ കയ്യിൽ യാതൊന്നുമില്ല, അവർക്ക് അതേക്കുറിച്ചുള്ള അറിവില്ല. രണ്ട് തെളിവുകളാണ് അള്ളാഹു ഇവിടെ മുന്നോട്ട് വെക്കുന്നതും ഇവരോട് അവതരിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതും. അള്ളാഹുവിന്റെ ഏകത്വത്തിനുള്ള തെളിവുകൾ രണ്ട് വിധത്തിലുള്ളത് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഒന്ന്, ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസവും അള്ളാഹുവിന്റെ ഏകത്വത്തെ വിളിച്ചു ഓതുന്ന വിധത്തിലുള്ളതാണ്. അതിനൊക്കെ കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രകനുണ്ട്. അതുകൊണ്ടാണ് വളരെ സ്വരച്ചേർച്ചയോടുകൂടി കാര്യങ്ങൾ ഇവിടെ പ്രവർത്തനക്ഷമമാകുന്നത്. അതാണ്
ഏറ്റവും വലിയ തെളിവ്, പ്രപഞ്ചത്തിലുള്ള തെളിവ്. ഇതേപോലെ തന്നെ ഈ വേദഗ്രന്ഥത്തിലും ഇതിനു മുമ്പുള്ളവർ കാലത്ത് ജീവിച്ചിരുന്നവർക്കായിട്ട് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം വേറെ ആലിഹത്തുണ്ട് എന്നതിന് വല്ല തെളിവും കാണുന്നുണ്ടോ? ഒരു തെളിവ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല. അതൊക്കെ തന്നെയും അള്ളാഹുവിന്റെ ഏകത്വത്തെ മുന്നോട്ട് വയ്ക്കുന്ന, അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉദ്ഘോഷിക്കുന്ന വേദങ്ങളാണ്, തെളിവുകളാണ്. അപ്പോ പൂർവിക വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബഹുത്വം സ്ഥാപിക്കാൻ സാധ്യമല്ല. ഈ വേദത്തിന്റെ അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് ബഹുത്വം സ്ഥാപിക്കാൻ കഴിയില്ല. പ്രപഞ്ചത്തില് യാതൊരു തെളിവും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഏകത്വത്തെ തള്ളിക്കളയാൻ ഉതകുന്ന വിധത്തില് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ദിവ്യത്വത്തില് മറ്റു പലർക്കും പങ്കുണ്ട് എന്നതിന് തെളിവായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് യാതൊന്നും കണ്ടെത്താൻ സാധ്യമല്ല. സകല പ്രതിഭാസങ്ങളും അള്ളാഹുവിന്റെ ഏകത്വം വിളിച്ചോതുന്നതാണ്. എന്നിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് നാം ഒരു ദൂതനെയും നിയോഗിച്ചയക്കുകയുണ്ടായിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അദ്ദേഹത്തിന് ഇങ്ങനെയൊരു വെളിപാട് നൽകിക്കൊണ്ടല്ലാതെ. താങ്കൾക്ക് മുമ്പ് ധാരാളം പ്രവാചകന്മാരെ നാം ഭൂമുഖത്തേക്ക് അയച്ചിട്ടുണ്ട്, പല സമൂഹങ്ങളിലേക്കായിട്ട്. പക്ഷെ അവരോടൊക്കെയും തന്നെ നാം ഇങ്ങനെ ഒരു വെളിപാട് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിർദ്ദേശം വെളിപാട് വഴി നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, എന്നെ കൂടാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന കാര്യം അവർക്കൊക്കെയും തന്നെ നാം വെളിപാടായിട്ട് അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫഅബ്ദൂൻ, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരാവുക എന്ന് ജനങ്ങളോട് പറയാൻ നാം ആ പ്രവാചകന്മാരോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രവാചകനും, നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഏത് മത സമൂഹങ്ങളെയും അവരുടെ വേദങ്ങളെയും ഒക്കെ പഠിച്ചു നോക്കും, അതിലൊന്നും തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തിന് വെല്ലുവിളിയായിക്കൊണ്ടുള്ള യാതൊന്നും കാണാൻ സാധ്യമല്ല. പൂർവിക പ്രവാചകന്മാരെ ഒക്കെയും തന്നെ നാം നിയോഗിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യം അവർക്ക് വെളിപാടായി നൽകിക്കൊണ്ട് മാത്രമാണ്. ആ കാര്യം ഇതാണ്, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, എന്നെ കൂടാതെ മറ്റൊരു ആരാധ്യനുമില്ല, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്ന് ദൈവിക വെളിപാട് നൽകിക്കൊണ്ടാണ് പ്രവാചകരെ താങ്കൾക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാരെയും നാം അയക്കുകയുണ്ടായിട്ടുള്ളത്. അപ്പൊ ബഹുത്വത്തിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നതാണ് ഇവിടെ ചോദ്യം. മക്കയിലെ ആളുകൾ ബഹുദൈവത്വം കൊണ്ട് നടക്കുന്നത് ബുദ്ധിശൂന്യതയാണ്, അറിവില്ലായ്മയാണ്, അജ്ഞത കൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ ബഹുദൈവത്വത്തിന്റെ ആളുകളായിട്ട് മാറാൻ സാധിക്കുക. നിങ്ങൾ എന്ത് തരം തെളിവാണ് തേടുന്നതെങ്കിലും ഒന്നുകിൽ അത് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടതായിരിക്കും, അതല്ലെങ്കിൽ ദൈവിക വെളിപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കും. ഈ രണ്ട് വിധത്തിലുള്ള ആയാത്തുകൾ അല്ലാതെ നിങ്ങൾക്ക് മൂന്നാമത് ഒരു തരം ആയത്ത് കാണാൻ സാധ്യമല്ല. ഈ രണ്ട് വിധം ആയാത്തുകളിൽ ഒന്നാമത്തത് ഈ പ്രപഞ്ചത്തിന്റെ കാര്യം എടുത്താൽ അവയിലുള്ള ഒരു പ്രതിഭാസവും ഒന്നിലേറെ ഇലാഹുണ്ട് എന്നതിന് നമുക്ക് പിൻബലമാവുന്ന തെളിവ് നൽകുന്നേയില്ല. രണ്ടാമത്തത് ദൈവിക ഗ്രന്ഥങ്ങളിലെ ആയാത്തുകളാണ്. അത് ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആളുകളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയാത്തുകളായാലും ആ ദിക്റായാലും അതല്ല പൂർവിക സമൂഹങ്ങൾക്ക് ഉണർത്തലായിക്കൊണ്ട് അവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഉത്ബോധനവും ഒക്കെ ആയിട്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളായാലും അതിലൊന്നും തന്നെ ബഹുത്വത്തിനുള്ള തെളിവ്, പിൻബലം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമേ അല്ല എന്നാണ് അള്ളാഹു ഇവിടെ തറപ്പിച്ച് പറയുന്ന കാര്യം.
പൂർവിക വേദങ്ങൾ, അത് ഭാരതീയ പശ്ചാത്തലത്തിലുള്ള പൂർവിക വേദങ്ങളായാലും പൗരാണിക യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട പ്രവാചകന്മാര് കൊണ്ടുവന്നതായാലും അവരുടെയൊക്കെ മുന്നേ വളരെ പൗരാണികമായ കാലത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും അദ്ദേഹത്തിന് മുമ്പൊക്കെ ജീവിച്ചിരുന്ന സമൂഹങ്ങളിലേക്ക് നിയോഗിച്ച് അയക്കപ്പെട്ട ദൂതന്മാർ വഴി നൽകപ്പെട്ട വെളിപാടുകളുടെ ശേഷിപ്പുകളായാലും അവയിലൊന്നും തന്നെ ബഹുദൈവത്വത്തിനുള്ള പിൻബലം അല്ലെങ്കിൽ തെളിവ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമേ അല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ രണ്ട് സ്രോതസ്സുകളും അല്ലാതെ വേറെ എന്ത് തെളിവാണ് ആർക്കെങ്കിലും ഹാജരാക്കാൻ പറ്റുക? നമ്മൾ അന്വേഷിക്കുമ്പോ മനുഷ്യന്റെ അന്വേഷണ സാധ്യതയുള്ളത് ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഭാസങ്ങളാണ്. മറ്റൊന്ന് പ്രവാചകന്മാരുടെ സന്ദേശങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇത് രണ്ടും സൂക്ഷ്മമായി പഠിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹ് സാധ്യമാണ് എന്നത് പറയാൻ ഒരിക്കലും തന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സാധിക്കുകയില്ല എന്നാണ് ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തില് ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി അള്ളാഹു ആജ്ഞാപിക്കുന്നത്. നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഹദ ദിക്റുമൻ മഅയ്യ വദിക്റുമൻ ഖബലി എന്നത് ഘടനാപരമായിട്ട്, വാചക ഘടനാപരമായിട്ട് ഒരു ആശയക്കുഴപ്പം ചിലപ്പോഴൊക്കെ ആദ്യ വായനയിൽ അനുഭവപ്പെട്ടു എന്ന് വരും. അതിന്റെ ആശയക്കുഴപ്പമില്ലാതെ വായിക്കാൻ വിശുദ്ധ ഖുർആന്റെ ശൈലി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് സാധിക്കുക. അതിൽ ഹാദാ ദിക്റുമൻ മഅയ്യ വദിക്റുമൻ ഖബലി, ഇത് എന്നോടൊപ്പമുള്ള എന്റെ തലമുറയിലെ എന്റെ കാലഘട്ടത്തിലെ ആളുകൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, അതുപോലെ എനിക്ക് മുമ്പുള്ളവർക്കുമുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്ന് വേണമെങ്കിൽ ഈ വാചകത്തെ ഈ എക്സ്പ്രഷന് വായിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആ വിധത്തിൽ അതിനെ മനസ്സിലാക്കാവുന്നതാണ്. ഭാഷാപരമായിട്ട് അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആന്റെ ശൈലി വായനക്കാരന് വലിയ സാധ്യത വെച്ചുകൊണ്ടുള്ള, അതേപോലെ തന്നെ ചില പരീക്ഷണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ശൈലിയാണ് തുടക്കം മുതൽ അവസാനം വരെ വിശുദ്ധ ഖുർആൻ അവലംബിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലക്കുകളോട് സംസാരിച്ച ഘട്ടത്തില് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ മലക്കുകളോടാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് മലക്കുകളിൽപ്പെട്ടവനല്ലാത്ത ജിന്നുകളിൽപ്പെട്ട ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരുന്നതിന്റെ പേരിൽ ഇബ്ലീസിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് ഖുർആന്റെ ഒരു ശൈലിയാണ്. രണ്ടായത്തുകൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇബ്ലീസിനും ആ നിർദ്ദേശം ബാധകമായിരുന്നു എന്നത് എളുപ്പത്തിൽ കാണാൻ കഴിയും. പക്ഷെ അതിന് ബുദ്ധി ഉപയോഗപ്പെടുത്തി, അതുപോലെ ഇതിൽ നിന്ന്, ഈ ദൈവിക ഗ്രന്ഥത്തിൽ നിന്ന്, വെളിപ്പാടിൽ നിന്ന് ഹിദായത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. ഇവിടെയും ഹാദാ ദിക്റുമൻ മഅയ്യ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും വഹാദ മറ്റൊന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ മുമ്പുള്ള വേദങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന വിധത്തിൽ വായിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. വേറൊരു ആംഗിളിൽ ഇതിനെ വായിക്കുകയാണെങ്കിൽ ഈ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള സന്ദേശം തന്നെയാണ് പൂർവിക വേദങ്ങളിൽ അള്ളാഹു പൂർവിക സമൂഹങ്ങൾക്കായിട്ട് പകർന്നു നൽകുകയുണ്ടായത് എന്ന ഒരു ആശയം ലഭിക്കുന്ന വിധത്തിലും ഇത് വായിക്കാവുന്നതാണ്. രണ്ട് രീതിയിലും സാധ്യതയുണ്ട്. ഇത് എന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾക്കുള്ള ദിക്റാണ്, അതുപോലെ മറ്റത് വേറൊന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് എനിക്ക് മുമ്പുള്ളവർക്കുള്ള ദിക്റാണ് എന്ന നിലക്ക് കാണാവുന്നതാണ്. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് എന്റെ കാലഘട്ടത്തിലുള്ളവർക്കുള്ള ഒരു ഉത്ബോധനമാണ്, അതേപോലെ ഇതിലടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ്
എനിക്ക് മുമ്പുള്ള കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കുള്ള ഉത്ബോധനമായിട്ടുണ്ടായിരുന്നത് എന്ന നിലക്കും അതിനെ വായിക്കാവുന്നതാണ്. അതിനും വിശുദ്ധ ഖുർആന്റെ ശൈലിയോ ഭാഷാഘടനയോ ഒന്നും തന്നെ തടസ്സമാവുന്നില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ സംഗതിയെ ചൂണ്ടിക്കാണിക്കുന്ന മൊത്തത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുഖേന അവതരിപ്പിച്ചിട്ടുള്ള ദൈവിക വെളിപ്പാടുകളിലേക്കാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. ഖുർആനും അതിന് മുമ്പുള്ള വേദങ്ങളും. അതിലൊന്നും തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിനോടൊപ്പം വേറെയും ഇലാഹുകളുണ്ട് എന്നതിന് തെളിവ് കണ്ടെത്താൻ സാധ്യമല്ല. ഈ പ്രപഞ്ച സാകല്യത്തിലും നിങ്ങൾക്ക് ഒരു തെളിവിന്റെ ഒരു അംശം പോലും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹുവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.